हरि ओं श्री गुरुभ्यो नमः। हरि श्री गणपते नमः। अविघ्नमस्तु। श्री गुरुभ्यो नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ओं श्री महात्रिपुरसुन्दर्यै नमः। मंगलश्लोकं सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय യതിരാജായതേ നമഃ. നമുക്ക് 77ാമത്തെ ശ്ലോകം. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 77ാമത്തെ ശ്ലോകം. യതേതൻ കാളിന്ദീ തനുധരതരംഗാകൃതി ശിവേ കൃശേ മധ്യേ കിഞ്ചിത് ജനനി തവ യദ്ഭാതി സുധിയാം വിമർദാദന്യോന്യം കുജകലശയോരന്തരഗതം തനുഭൂതം വ്യോമ പ്രവിശദിവ നാഭീം കുഹരിണീം. യത് ഏതത് കാളിന്ദീ തനു തരംഗാകൃതി ശിവേ കൃശേ മധ്യേ കിഞ്ചിത് ജനനി തവ യദ്ഭാതി സുധിയാം വിമർദാദ് അന്യോന്യം കുജകലശയോഃ അന്തരഗതം തനുഭൂതം വ്യോമ പ്രവിശത് ഇവ നാഭീം കുഹരിണീം. ഹേ ജനനി ശിവേ, അല്ലയോ ലോകമാതാവായ ഭഗവതി, തവ നിന്തിരുവടിയുടെ കൃശേ മധ്യേ കൃശമായ മധ്യപ്രദേശത്തിൽ യഥേതത് മുമ്പിൽ പ്രകാശിച്ച് കാണുന്ന കാളിന്ദീ തനുതര തരംഗാകൃതി യമുനാ നദിയിലെ, കാളിന്ദി പറഞ്ഞാൽ യമുനാ നദി, കറുപ്പ് കളറാണ്. യമുനാ നദിയിലെ ചെറുതിരകൾക്ക് സദൃശ്യമായി കിഞ്ചിത് വസ്തു, ഏതൊരു വസ്തു, സുധിയാം ഭക്തോത്തമന്മാർക്ക് യത് ഭാതി, ഭാതി പറഞ്ഞാൽ പ്രകാശിക്കുക, തോന്നിക്കുക, യാതൊന്നായിട്ട് തോന്നുന്നുവോ തത് ആ വസ്തു കുജകലശയോഹോ കുടങ്ങൾ പോലെയുള്ള സ്തനങ്ങളുടെ, കലശം പോലെയുള്ള സ്തനങ്ങളുടെ അന്യോന്യം വിമർദ തമ്മിൽ ഉള്ള കൂട്ടിയുരമ്മൽ നിമിത്തം അന്തരഗതം ഇടയിൽ പെട്ടതായിട്ട് തനുഭൂതം ശോഷിച്ചവണ്ണം കുറഞ്ഞതായിട്ട് കുഹരിണി രന്ധ്രത്തോടു കൂടിയ നാഭി പൊക്കിളിനെ പ്രവേശിക്കുന്നതായ വ്യോമ ഇവ ആകാശമോ എന്ന് തോന്നുമാറ് ഭാതി ശോഭിക്കുന്നു. ആകാശത്തിന് ചെറിയ നീല കലർന്ന കറുപ്പ് കളർ ഉണ്ടാവും. അത് ആ രോമാവലിയെ തന്നെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നാഭിക്ക് മുകളിലുള്ള രോമാവലിയെ പറ്റിയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അല്ലയോ ലോകമാതാവേ ഭഗവതി, കാളിന്ദി നദിയുടെ അതിസൂക്ഷ്മങ്ങളായ തിരകളുടെ ആകൃതിയോട് കൂടിയതും എൻ്റെ പുരോഭാഗത്തിൽ പ്രകാശിക്കുന്നതുമായ ഏതൊരു വസ്തു നിന്തിരുവടിയുടെ കൃശമായ മധ്യപ്രദേശത്തിൽ സദ്ബുദ്ധികളായ ഭക്തന്മാർക്ക് രോമാവലിയായി തോന്നുന്നു എന്ന്. സദ്ബുദ്ധികളായ ഭക്തന്മാർക്ക് രോമാവലിയായിട്ട് തോന്നുന്നു. ആ രോമാവലി രൂപവസ്തു നിന്തിരുവടിയുടെ കലശാകാരങ്ങളായ സ്തനങ്ങളുടെ കൂട്ടിയുരുമ്മൽ നിമിത്തം അവയുടെ ഇടയിൽപ്പെട്ട് അതിലോലമായി ഭവിച്ചിട്ട് ഗുഹ പോലെ രന്ധ്രത്തോടു കൂടിയ, അവിടെ പൊക്കിൾ കൊടിയാണ് വർണ്ണിക്കുന്നത്. ഗുഹ പോലെ കുഴിഞ്ഞതുകൊണ്ടാണ് അവിടെ ഗുഹ പോലെ എന്ന് പറഞ്ഞത്. ഗുഹ പോലെ രന്ധ്രത്തോടു കൂടിയ നാഭിയിൽ പ്രവേശിക്കുന്നതായ ആകാശമോ എന്ന് തോന്നുമാറ് ശോഭിക്കുന്നു. ആകാശത്തിൻ്റെ വർണ്ണം നീലക്കറുപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ ആകാശമോ എന്ന് തോന്നിക്കുമാറ് ഭവിക്കുന്നു എന്ന് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ അമ്മയുടെ സ്തനത്തെപ്പറ്റി കുറേയധികം, അമ്മയുടെ സ്തന്യത്തെപ്പറ്റി, പാലിനെപ്പറ്റി കുറേയധികം വർണ്ണിച്ചു. പിന്നെ ഇനി നാഭിപ്രദേശത്തെയാണ് വർണ്ണിക്കുന്നത്. ആ നാഭിപ്രദേശത്തിൽ ആദ്യമായിട്ട് ആ രോമാവലിയെയും പൊക്കിൾ കൊടിയെയാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ മഹാദേവ്യേ സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.